ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇതെൻ്റെ 2 ഫ്രണ്ട്സാണ് കേട്ടോ, ഗ്ലോറിയും അഞ്ജനയും. ഞങ്ങൾ 3 ആളും കൂടിയിട്ട് ഇന്ന് വർക്കല പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിരിക്കും ഈ വ്ളോഗിൽ മൊത്തം ഉണ്ടാവാം. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ 10th ഫ്രണ്ട്സാണ്, അതായത് സ്കൂൾ മേറ്റ്സാണ്. അറൗണ്ട് ഒരു 8 ഇയേഴ്സിന് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നത് തന്നെ. ഒരാൾ ജർമ്മനിയിലും ഒരാൾ കുവൈറ്റിലായിരുന്നു. സോ 2 ആളും വന്ന് അപ്പോൾ ഞങ്ങൾ ഒരു ജസ്റ്റ് 2 ഡേയ്സിൻ്റെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് പോകുന്നതാണ് കേട്ടോ. വർക്കലയ്ക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളായിരിക്കും കേട്ടോ ഈ വ്ളോഗിൽ ഉണ്ടാവുന്നത്. 8 വർഷത്തിന് മുമ്പ് ഞങ്ങൾ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റാർട്ടിങ് ഡബിളോ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് 3 ആൾക്കും. അപ്പോൾ ഞങ്ങൾ അത്രയും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത 2 ദിവസങ്ങളായിരുന്നു ഈ വർക്കല ഡേയ്സ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വർക്കല എത്തി. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, 2 ആളും എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ വ്ളോഗ് എടുക്കാനൊക്കെ ആയിട്ട്. ഇവരായിരുന്നു കൂടുതൽ വ്ളോഗ് എടുക്കുന്നില്ലേ, അല്ലെങ്കിൽ വ്ളോഗ് എടുക്കുമ്പോൾ എല്ലാം കൂടെ നിന്നത് മൊത്തം ഇവരായിരുന്നു. നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ വേറൊരു ഡിസ്ക്ലെയിമർ പറയാനുള്ളത്, ഞങ്ങൾ ഭയങ്കര ചെളിയായിരുന്നു. മീൻസ് ഞങ്ങളായിട്ടിരിക്കുകയായിരുന്നു ഈ ഡേയ്സിൽ. സോ അത് കുറേ ഒന്നും എഡിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ മൊത്തം ആ ഒരു ഹാപ്പിനെസ് ഈ വ്ളോഗിൽ കാണാം. അപ്പോൾ ഞങ്ങൾ നോർത്ത് ക്ലിഫിൻ്റെ അവിടെയായിട്ടാണ്, നോർത്ത് ക്ലിഫ് ബ്ലാക്ക് ബീച്ചിൻ്റെ അവിടെയായിട്ടാണ് ഞങ്ങൾ സ്റ്റേ എടുത്തത്. അപ്പോൾ 2000 സംതിങ് ഉണ്ടായിരുന്നു ഒരു ദിവസത്തേക്ക് 3 ആൾക്ക്. ഒരു ചെറിയ ഹോം സ്റ്റേ പോലെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് അപ്പവും മുട്ടൻ കറിയൊക്കെ ഉണ്ടാക്കി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലത്ത് ഒരു 6 മണിയുടെ ട്രെയിനായിരുന്നു. ഒരു 11 o'clock ആകുമ്പോഴേക്കും വർക്കലെത്തി. അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് സ്റ്റേയിലോട്ടെത്തി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഈ കാണുന്നത് മൊത്തം മ്യൂട്ടാക്കി ഇട്ടേക്കുന്നതാണ്. ഞാൻ ഈ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫുൾ കോമഡി ആയിരുന്നു. ഞങ്ങൾ ഡ്രസ്സ് ഞങ്ങൾ സെലക്ട് ചെയ്യായിരുന്നു. എന്തൊക്കെയോ കെട്ടിപ്പറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സംസാരിക്കുന്ന തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ ഞങ്ങൾ വൈകിയിരുന്ന് സംസാരിക്കലായിരുന്നു. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ അറൗണ്ട് ഉച്ച കഴിഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ റെഡിയായി. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. 3 ആളും ഫ്രോക്കാണ്. സമയം 1:45. വേറെ സമയം പറയാം. ഇതൊക്കെ വരും. അപ്പൊ ലേറ്റ് ആയി ഓൾറെഡി. ഇനിയിപ്പോ ഫുഡ് കഴിക്കും. ഇനിയിപ്പോ സമയമില്ല ഒന്നിനും. ഉള്ളതൊക്കെ അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് പോകുന്നത് ശരിയല്ലേ, ഇതൊക്കെ മതി. ബ്ലാക്ക് ബീച്ചിലോട്ടാണ്. ബ്ലാക്ക് ബീച്ച്. അത് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോകും. അപ്പൊ ഞാൻ വ്യൂ കാണിച്ചു തരാം. ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ നേരെ നമ്മുടെ ഹോസ്റ്റലല്ല, സ്റ്റേന്ന് കുറച്ചൊരു 5 മിനിറ്റ് നടക്കാനായിട്ട്. 5 മിനിറ്റ് നടക്കാനായിട്ട്. അവിടെ നേരെ ഈ കൈവിട്ടെ. അത് കഴിഞ്ഞ് നേരെ 1 സെക്കൻഡ് അവിടെ നിൽക്കുക വന്നേ. ഇത് ബീച്ചാണ്. ഇത് ബ്ലാക്ക് സാൻഡ് ബീച്ച്. അവിടേക്കാണ് നമ്മുടെ എല്ലാ ക്ലിഫും വരുന്നത്. ആ ക്ലിഫിലോട്ട് നമ്മളിങ്ങനെ കയറും. അത് അതാണ് ബ്ലാക്ക് സാൻഡ് ബീച്ച്. അവിടെ ബ്ലാക്ക് സാൻഡ് കണ്ടോ. എൻ്റെ ഈ വ്ളോഗില് ഉടനീളം നിങ്ങൾക്ക് മണ്ടത്തരം കാണാൻ പറ്റും. അത് ഇവരുടെ സ്പോൺസർഷിപ്പ് ആയിരിക്കും. നമുക്കത് കട്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പിന്നെ അത് മൊത്തം ഇതാണ് ക്ലിപ്പ് വരുന്നത്. ഞാൻ മുമ്പ് വന്നിട്ടുണ്ട്. അവിടെ എന്തോ പാരാഗ്ലൈഡിങ് ആണോ അല്ലേ? അല്ല, എനിക്കറിയാൻ പാടില്ല. കസ്റ്റമേഴ്സ് അല്ല, സബ്സ്ക്രൈബേഴ്സ്. അതാരാ പറഞ്ഞത് നിന്റെ അടുത്ത്? അവിടെയാണോ? കേറുന്നാടാ. നല്ല രസമുണ്ട് ഇങ്ങനെ. ഫ്രണ്ടിലൂടെ താഴെ കിടക്കുന്നുണ്ട്. കൂടി ഐഷു ഇതാണ് സ്കില്ലിന്റെ.
അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നതാണ്. ഈ കഫേയുടെ പേരെന്തായിരുന്നു? ടൈഡ് ആൻഡ് ടേബിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ മീൽസ് ആണ് ഓർഡർ ചെയ്തത്. വ്യൂ ഒക്കെ ഉണ്ട്. അപ്പൊ നല്ല മിണ്ടാണ്. ഞാൻ ഒന്ന് വോയിസ് ഓവർ കൊടുക്കുമ്പോ നല്ല എന്തൊക്കെ കറിയുണ്ട്, കൊറേ കറിയുണ്ടല്ലേ, ഇത്രയും കറികളുണ്ട്. ഇതിന്റെ അടിയിലൊക്കെ കറിയുണ്ട് കേട്ടോ, കണ്ടാർന്നോ? ഞാനിപ്പോഴും ഉണ്ട്. പായസം ഉണ്ട്, പിന്നെ സേമിയോ പായസം. നമ്മൾ ഷോപ്പിങ്ങിന് വന്നേക്കാണ്. എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ. ഇവിടെ കുറേ നല്ല ബീച്ച് ഡ്രസ്സസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. നമ്മൾ സ്കേർട്ട് മേടിക്കാൻ വന്നത് അവസാനം അത് എന്താവോ എന്താ ഓ നൈസ് നൈസ്. എടുത്താലോ? ഇഷ്ടായോ? നോക്കട്ടെ ഗ്ലോറിയ, കൊള്ളാലേ? ഇവിടുത്തെ ഈ 450 രൂപ പറഞ്ഞു. ഓൺ ദ സ്പോട്ട് 100 രൂപ പറഞ്ഞേക്കണം. പകുതിക്ക് പിടിക്കാം. അല്ല, ആ ചേച്ചി ലിറ്ററലി ഊരി എന്റെ ഡ്രസ്. അതാ പറഞ്ഞ അഞ്ജന ഹാങ്കർ ഇറക്കാൻ മടിച്ചോണ്ട് വന്നു. പിന്നെ 450 പറഞ്ഞത് ഹോട്ട്സ്പോട്ട് നമുക്കൊരു പകുതി പറയാം. നിങ്ങളുടെ ഈ വ്ളോഗർ വലിയ നാക്ക് ഇങ്ങനെ നീട്ടി. സോ ഗൈസ്, ഞാൻ ഹെയർ ബ്രൈഡ് ചെയ്യാൻ പോവാണ്. ഞാനൊരു 2023 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ കുട്ടി തന്നെയാണ് കേട്ടോ ചെയ്തത്. ഹേ ഹായ്, വാട്ട്സ് എ നെയിം? വാട്ട്സ് എ നെയിം? ഗീത. ഗീതയാണ് എനിക്ക് ഒരു 2023 ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സായിട്ട് വന്നപ്പോൾ ആ കുട്ടി തന്നെയാണ് എനിക്ക് ചെയ്തു തന്നത്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ്ലി ഞങ്ങളിങ്ങനെ വന്നപ്പോൾ എനിക്ക് ഇത് തന്നെയാണല്ലോ എന്ന് ഓർമ്മ വന്ന് നോക്കിയപ്പോൾ ആ കുട്ടി തന്നെ. ആ കുട്ടിക്കും എന്നെ ഓർമ്മയുണ്ടാവും. അത് അടിപൊളിയായി. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വട്ടം ഞാൻ ഒരെണ്ണം ചെയ്തുള്ളൂ, പക്ഷേ ഈ വട്ടം 2 എണ്ണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് തന്നെ പറഞ്ഞു കളേഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരവിടെ ഡ്രസ്സ് സെലക്ട് ചെയ്യണം. നല്ല സെലക്ഷനും കാര്യങ്ങളും കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. സോ ഒരു സ്റ്റാൻഡ് കഴിഞ്ഞു കേട്ടോ. അവിടെ ട്രയലാണ്. എങ്ങനെയുണ്ട്? സൂപ്പർ. രണ്ടും ഒരേ സൈഡിൽ തന്നെയാണ് ചെയ്തത്. അവിടെ ബാർഗൈനിങ് നടക്കുന്നു. സോ എൻ്റെ കഴിഞ്ഞു, ഗ്ലോറിയയുടെ കഴിഞ്ഞു. ഇവിടെ തന്നെ ഗ്ലോറിയയുടെ കാണിച്ചു തരാം. ഗ്ലോറിയയുടെ അങ്ങനെ കഴിഞ്ഞു. ഇനി അഞ്ജനയുടെ ചെയ്യുന്നു. 1 സെക്കൻഡ്. രണ്ട് ഗ്ലോറിയയുടെ കളേഴ്സ് വരുന്നത് കൊള്ളാലേ? ഇറ്റാലിയൻ കഫേയിൽ പോയി ഇരുന്നാലോ? വെറുതെ അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഒരു അത്ര തിരക്കായിരിക്കും. പിന്നെ അവിടെ നമുക്കിനി അവിടെ സോ നമ്മൾ
ചേട്ടൻ നിങ്ങൾ ഉൾപ്പെടുത്തിക്കോ. ഹായ്. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്നേക്കാണ്. അവർ ഫുഡ് കൊണ്ടുവച്ചു, പ്ലേറ്റ് കൊണ്ടുവച്ചില്ല. അയ്യോ സോറി. സോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പം അവിടെ തന്നെ ഗ്ലോറിയ. നേരെ നമ്മൾ തിരിച്ച് സ്റ്റേയിലോട്ട് പോവാണ് കേട്ടോ. നമ്മൾ ക്ലിഫിൽ പോവാന്ന് വിചാരിച്ച് വൈകുന്നേരം. ഇനി വൈകുന്നേരം അഞ്ജനയുടെ കുറച്ച് ഹൊറർ കഥകൾ പറയാനുണ്ട്. അതന്നെ, അതൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ വൈകുന്നേരം റീൽസ് എടുക്കാനുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ കുറേ നാൾക്ക് ശേഷം കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ക്ലിഫിൽ പോകാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അതന്നെ. ആണോ? ഇവിടെ കുറേ മൾബറി ഉണ്ട്. സോ ഗൈസ്, നമ്മുടെ ഇത് ഡേ 2 ആണ് വർക്കലയത്. ഇതാണ് ഔട്ട്ഫിറ്റ്. അവരെല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ ഈവനിങ് പോവും. 6 മണിക്കാണ് നമ്മുടെ റിട്ടേൺ ട്രെയിൻ വരുന്നത്. അപ്പോൾ അതിനേക്കാളും മുമ്പ് ഒന്നും കൂടിയും ക്ലിഫിൻ്റെ അവിടെ പോയി ഫോട്ടോസും വീഡിയോസും കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. പിന്നെ അവിടെ നിന്ന് തന്നെ ഫുഡും കഴിച്ച് നമ്മൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകും. അവർ വരുന്നുണ്ട്. രണ്ടാളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഹലോ, ഞാൻ ഹരി പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടോ? ഇവിടെയൊക്കെ നിറച്ചും റിസോർട്ട്സാണ്. നമ്മൾ ബീച്ചിൽ വന്നേക്കാണ്. ബീച്ചല്ല, ജൈറാം കഫേ എന്ന് പറഞ്ഞൊരു കഫേയിൽ കോഫി കുടിക്കാൻ വന്നേക്കാണ്. ഇവിടെ നല്ല രസമാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. പക്ഷെ കോഫിക്കൊക്കെ നല്ല പൈസ, 60 രൂപ ഈ കോഫിക്കും. അതറിയില്ല നമ്മൾ. അപ്പോൾ ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുത്തൊന്ന് റിലാക്സ് ചെയ്യാമെന്ന് ചോദിച്ചു. നല്ല രസമുണ്ട് ഇപ്പോഴത്തെ ബീച്ചൊക്കെ ആയിട്ട്. എല്ലായിടത്തും ബീച്ചാണെങ്കിലും ക്ലോസ് ആയിട്ട് കുറച്ചും കൂടി. നമ്മുടെ കോഫി വന്നു. 60 രൂപയാണ് കോഫിക്ക്. അതൊന്നും കുഴപ്പമില്ല, ബിക്കോസ് ഇത്ര നല്ലൊരു പ്ലേസിലാണ്. പക്ഷെ അവർക്ക് ഇങ്ങനെ ഇത്ര എക്സ്പെൻസീവായിട്ട് അവർ ചെയ്യുമ്പോൾ അവർക്ക് അത്യാവശ്യം നല്ലൊരു കപ്പും സോസറൊക്കെ തരാല്ലേ. കണ്ടോ, ഭയങ്കര പൊട്ടിയിട്ടൊക്കെ ഇരിക്കുകയാണ്. അത് മാത്രം ഒരു നല്ല സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. എല്ലാ ക്ലാസ്സും അങ്ങനെയാണ്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ വേറൊരു സ്ഥലത്തിലോട്ട് പോയിട്ടോ. ഇതാണ് അക്കു വന്നിട്ട് നമ്മുടെ ഗ്ലോറിയയുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിക്കാരൻ വന്ന് ഞങ്ങൾ പിക്ക് ചെയ്ത് വേറൊരു അടിപൊളി സ്പോട്ടിലോട്ട് കൊണ്ടുപോയിട്ടോ.
അക്കുൻ്റെ വീട് ഇവിടെ തന്നെയാണ്. സോ അവന് നന്നായിട്ട് പ്ലേസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഞങ്ങൾ 3 ആൾ മാത്രമാണെങ്കിൽ നമുക്കിത് അറിയില്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് ക്ലിഫൊക്കെ കണ്ടു പോയേനെ. പിന്നെന്താ, ഒരു മത്സ്യകന്യകേനൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലിഫിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കുറച്ച് അഡ്വഞ്ചറായിട്ട് നമ്മളിങ്ങനെ അടിയിലോട്ട് നടന്ന് വരണം. അപ്പോൾ അത് കുറച്ച് സ്കെയറി ആയിരുന്നു. പക്ഷേ അത്ര വലിയ സ്കെയറി ഒന്നുമില്ല. എന്നാലും ഒരു ചെറിയ പേടി പെട്ടെന്ന് തോന്നി. പെട്ടെന്ന് ഞങ്ങളത് ഇറങ്ങി. നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം, മെയിൻ ബീച്ചിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഈ ബീച്ച് വരുന്നത്, ഈ സ്പോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല. ഒരുവിധം എക്സ്പെൻസീവ് റിസോർട്ട്സൊക്കെ ഈ സൈഡിലാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ കുറേ ഈ ഓരോരോ എക്സ്പെൻസീവ് റിസോർട്ട്സിൻ്റെ പ്രൈവറ്റ് ബീച്ച് എന്നൊക്കെ പറയുന്ന പോലെ അതൊക്കെ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ അടിപൊളി. നല്ല ബീച്ചാണ് കേട്ടോ. ഭയങ്കര ഒരു പ്രൈവറ്റ് ഫീൽ നമുക്ക് തോന്നും. അവിടെ കുറേ ആൾക്കാരുണ്ട്. അവിടെ കൊള്ളാല്ലേ. ഇന്നലെ വരണമായിരുന്നു. അവിടെ പാരാഗ്ലൈഡിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. എനിക്ക് നല്ല ആഗ്രഹമൊക്കെ ചെയ്യാനായിട്ട്. നല്ല എക്സ്പെൻസീവ് ആയിട്ട്. ഗ്ലോറിയും അക്കുണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തത്. ഗ്ലോറിയുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ആക്ച്വലി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഇങ്ങനെ ഇറങ്ങി ആ അറ്റത്തു നിന്നാണ് നമ്മൾ മുകളിൽ നിന്നാണ് ഇറങ്ങി വന്നത്. ഈ മുകളിലൊക്കെ റിസോർട്ട്സ് ആയിട്ട് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള റിസോർട്ട്സ് ആണ്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. കാല് പക്ഷെ എനിക്ക് കുത്തിക്കൊള്ളുന്നു. കാലിലെന്തൊക്കെയോ കുത്തിക്കൊള്ളുന്നു. ഉള്ളാണ്ടതൊക്കെ. ഇവിടെ ഇങ്ങനെ വെള്ളം വീഴും. അയ്യോ, ഒരു ചെളിയാണ് കേട്ടോ മൊത്തം. ഇവിടെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. നല്ല വെള്ളമാണെന്നാ പറയുന്നത്, പാറയുടെ ഉള്ളിൽ കൂടെ. അപ്പം ഇങ്ങനെ ഒരു വെള്ളം ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ കുടിക്കണമുണ്ട്. ഞാനിപ്പോൾ ഞങ്ങളും കുടിക്കാൻ പോവാണ്. എന്തൊക്കെ കുടിക്കുന്നുണ്ട്. കുടിക്കട്ടെ. വെള്ളത്തിന് ടേസ്റ്റ് ഇല്ല. ദാഹം മാറാനുള്ള വെള്ളം. കുടിക്കണില്ല. അങ്ങോട്ട് കടക്കാൻ സീനായിരിക്കും. അതിനെന്താണ്, ചെളിയാ. കഴുകിയ പോരെ. അവിടെ ഇതില് കഴുകാം. കുഴപ്പമില്ല, ഇതില് കഴുകാലോ. എന്തായാലും നിങ്ങൾ ഇത്ര നനഞ്ഞിരിക്കണതല്ലേ. നമ്മളല്ലെങ്കിൽ തന്നെ ഇറങ്ങണില്ലേ. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. ക്ലാ ഹൗട്ടി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഭക്ഷണം മൂന്നാല് പള്ളിയൊക്കെ എവിടെയാ? എനിക്ക് ഇടവൊക്കെയൊന്നുമില്ല. ഹലോ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ നമ്മളിവിടെ ഇരുന്നു അല്ലേ. ഇന്ന് നേരെ നമ്മുടെ സ്റ്റേയിലോട്ട് പോവാ. കുളിച്ച് നേരെ റെയിൽവേ സ്റ്റേഷൻ, പിന്നെ വീട്. ആരുമില്ല. നല്ല ഫുഡായിരുന്നു അല്ലേ. നല്ല വ്യൂ. ഇവിടെയാണ് നമ്മൾ ഇന്നലെ ലഞ്ച് കഴിച്ച്.
ഇതിന്റെ ഒരു ഭാഗത്തുള്ള കല്ലായിരുന്നു നമ്മളൊന്നാണ് നടന്നിട്ടുണ്ടായിരുന്നു. ഏയ് കടലല്ലേ ആളുണ്ടാവും. സോ ഗൈസ്, നമ്മുടെ ട്രിപ്പൊക്കെ ഇവിടെ കഴിയാണ്. നമ്മൾ സ്റ്റേന്ന് ഇറങ്ങിയിട്ടില്ല, 6 മണിക്കാണെന്ന് അത് നമ്മുടെ റിട്ടേൺ ട്രെയിൻ. അപ്പോൾ നമ്മളിപ്പോൾ ടൈം 5 o'clock ഇറങ്ങാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് ഓട്ടം ഇങ്ങോട്ട് വരും. സോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഈ വ്ളോഗ്. നല്ലൊരു സ്റ്റേ ആയിരുന്നു. നമ്മൾ സ്ഥലങ്ങൾ കാണലുപരി ഞങ്ങൾ 3 ആളും കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ ഒരുമിച്ചിരിക്കുക. അപ്പം നമ്മൾ കുറേ വർത്തമാനം പറയുക, ഒരുമിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. അതായിരുന്നു ഞങ്ങൾക്ക് ഈ ട്രിപ്പ്. ഞങ്ങൾ 3 ആളും നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പം അത്രേ ഉള്ളൂ. ഈ സ്ഥലം കൊള്ളാട്ടോ. എനിക്ക് ആദ്യം വന്നപ്പോൾ ഈ സ്റ്റേ അത്ര ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഇഷ്ടപ്പെട്ട് വരുന്നു. കുഴപ്പമില്ല. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. 2000 രൂപയായുള്ളൂ ഞങ്ങൾക്ക് 3 ആൾക്കും കൂടിയിട്ട് ഒരു ദിവസത്തേക്ക്. അപ്പോൾ നമ്മളിന്ന് കാലത്ത് ചെക്കൗട്ട് ചെയ്തിട്ടും നമ്മൾ സാധനങ്ങൾ നക്ക് ഇവിടെ വെച്ചു. അതല്ലാണ്ട് നമ്മൾ വന്നൊന്ന് ഫ്രഷ് ആവാനായിട്ട് അവർ സമ്മതിച്ചു. അപ്പോൾ അത്ര ഉള്ളൂ. ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ കിട്ടും. മൾബറി, ഇത് മറ്റേ ബബ്ലൂസ് നാരങ്ങ, നമ്മുടെ അവിടെ ഉണ്ട് ഇതൊക്കെ. പക്ഷേ കൊള്ളാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.